കോഴിക്കോട് MDMA-യുമായി 3 പേർ പിടിയിലായി. വീട് വാടകയ്ക്കെടുത്ത് MDMA വിൽപ്പന നടത്തുന്ന സംഘമാണ് പിടിയിലായത്. മിഥില ബാലൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. മിഥില, ഇവരിൽ നിന്ന് വലിയ അളവിൽ MDMA പിടിച്ചെടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ് ഇവരിലേക്ക് പോലീസ് എത്തിയത്? വിശദമായ വിവരങ്ങൾ എന്താണ് മിഥില? ശ്രീജിത്തെ 79.74 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും പിടികൂടിയിട്ടുള്ളത്. 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. എലത്തൂർ പോലീസും ഒപ്പം തന്നെ ഡൻസാഫും ചേർന്നാണ് പ്രതികളെ പിടികൂടിയിട്ടുള്ളത്. കുറ്റിക്കാട്ടൂർ സ്വദേശി മിഥുൻ രാജ്, പുതിയങ്ങാടി സ്വദേശി നൈജിൽ റിഡ്സ്, പൂവാട്ടുപുറമ്പ് സ്വദേശി രാഹുൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷൻ പോലീസിന് ലഭിച്ചത്. തുടർന്ന് പാവങ്ങാടിന് സമീപത്തെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു MDMA പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ വാടക വീട് എടുത്ത് ഇത്തരത്തിൽ MDMA വിൽപ്പന നടത്തുന്ന സംഘാംഗങ്ങളാണ് പിടിയിലായിട്ടുള്ളത്. ചെറിയ പാക്കറ്റുകളിലാക്കി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുകയാണ് ഈ പ്രതികൾ ചെയ്യുന്നതെന്നാണ് പോലീസിന് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. നിലവിൽ ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. എവിടെ നിന്നാണ് ഇത്തരത്തിൽ MDMA എത്തിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ച് അറിയേണ്ടതുണ്ട്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ MDMA-യുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടുകയാണ്. പോലീസും ഡൻസാഫും ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നേരത്തെ ഇത്തരത്തിൽ കേസിൽ ഉൾപ്പെട്ട ആളുകൾ, ആ പ്രതികൾ അവരുടെ ഒരു ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത്.